മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്ന വില്ല. തൻ്റെ കഴിവുകൊണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയ ഒരു മഞ്ചേരിക്കാരിയുണ്ട്. കൊച്ചുമിടുക്കിയായ ആയിഷ സുൽത്താനയെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് ആയിഷ സുൽത്താന എന്ന കൊച്ചുമിടുക്കി. ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും വേഗതയിൽ 10 ഇംഗ്ലീഷ് പുസ്തകങ്ങൾ അക്ഷരമാലാക്രമത്തിൽ ക്രമീകരിച്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടി. ഗിന്നസ് വേൾഡ് റെക്കോർഡ് ജേതാവ് സലീം പടവണ്ണയുടെ മകളും ബ്ലോസം പബ്ലിക് സ്കൂളിലെ 9ാം ക്ലാസ്സിലേക്ക് കടക്കുന്ന വിദ്യാർത്ഥിനിയുമായ ആയിഷ സുൽത്താന 16.50 സെക്കൻഡിനുള്ളിലാണ് 10 ഇംഗ്ലീഷ് പുസ്തകങ്ങൾ അക്ഷരമാലാക്രമത്തിൽ ക്രമീകരിച്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കിയത്. പിതാവിൻ്റെ പിന്തുണയാണ് ഈ കൊച്ചുമിടുക്കിയെ വലിയൊരു നേട്ടത്തിലേക്ക് എത്തിച്ചത്. ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പോഴാണ് എല്ലാത്തിനും ട്രെയിൻ ചെയ്തത്. എല്ലാവരും ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു. ഫസ്റ്റ് ഒരു ഗ്രൂപ്പ് ഐറ്റം ഗിന്നസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എന്തോ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ട് റിജക്റ്റായി. പിന്നെ ഇൻഡിവിജ്വലായിട്ട് ഫസ്റ്റ് ടൈം ചെയ്യുന്നത് അത് കിട്ടി. 1955 ഗിന്നസ് ആരംഭിച്ചത് ശേഷം ഇന്ന് 69 വർഷങ്ങൾ പിന്നിട്ടു. ഈ 69 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ ആകെ 500-ന് താഴെ ആളുകൾക്ക് മാത്രമേ ഇൻഡിവിജ്വൽ ലെവലിൽ ഗിന്നസിൽ എത്തിപ്പെടാൻ സാധിച്ചിട്ടുള്ളൂ. ഗ്രൂപ്പ് ഇവൻറ്റുകൾ ധാരാളം നടന്നിട്ടുണ്ട് ഇന്ത്യയിൽ. പക്ഷേ ഇൻഡിവിജ്വൽ ഇവൻറ്റുകളിൽ 500-ന് താഴെ മാത്രമേ ആളുകൾക്ക് ഈ 69 വർഷത്തിൻ്റെ ഉള്ളിൽ നേടാൻ സാധിച്ചിട്ടുള്ളൂ. അതിലും 78 പേരും കേരളക്കാരെന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്നൊരു സംഗതിയാണ്. എൻ്റെ മകളിപ്പോൾ ഗിന്നസിലേക്ക് വന്നു. ഇതിന് ഇവളെ ചെറിയ താഴെ ഒരു കുട്ടിയുണ്ട്, ജുവേരിയ എന്ന് പറയും. അവൾ 6ാം ക്ലാസ്സിലേക്കാണ്. ഇനി 6ാം ക്ലാസ്സിലുള്ള കുട്ടിയാണ്. അവളുടെ അറ്റംപ്റ്റിൻ്റെ റിസൾട്ട് ഏകദേശം ഒരു മാസത്തിൻ്റെ ഇടയ്ക്ക് വരും. ഗിന്നസ് കിട്ടുന്നില്ല പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. എന്തായാലും അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഗിന്നസ് ഫാമിലി, അതായത് ഒരു വാപ്പയും 2 മക്കളും ഗിന്നസിൽ വരുന്ന ആദ്യത്തെ ഫാമിലി ആയിട്ട് ഞങ്ങൾ വരുന്നില്ല കാര്യത്തിൽ യാതൊരു സംശയമല്ല. ഗ്രൂപ്പ് ഇനങ്ങളിലായി മുൻപും ഗിന്നസ് റെക്കോർഡിന് ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. വ്യക്തിഗത ഇനത്തിൽ ആദ്യ ശ്രമത്തിൽ തന്നെ വിസ്മയിപ്പിക്കുന്ന നേട്ടം കൈവരിക്കാനായതിൻ്റെ സന്തോഷത്തിലാണ് ഇവർ. എത്ര സങ്കീർണമായ കാര്യങ്ങളും ആത്മസാന്നിധ്യം ഉണ്ടെങ്കിൽ ചെയ്യാനാവോ എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ ഒരു കൊച്ചുമിടുക്കി. ക്യാമറമാൻ മുസമ്മിലിനോടൊപ്പം രജിത രാമചന്ദ്രൻ, PTV കേരള.